എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വാതകങ്ങളിലെ താപീയ വികാസവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് കാണിക്കുന്നത്. ഖരവസ്തുക്കളുടെയും അതുപോലെ തന്നെ ദ്രാവകങ്ങളുടെയും താപീയ വികാസവും നമ്മൾ മുന്നേ പരീക്ഷണത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടു എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് വാതകങ്ങളിലെ താപീയ വികാസം എളുപ്പത്തിൽ നോക്കിക്കാണാൻ പറ്റുന്ന ഒരു പരീക്ഷണം, അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ഉപകരണത്തെ നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഈ സ്റ്റാൻഡിൻ്റെ ഈ ഭാഗത്തായി ഒരു തകരപ്പാട്ട, അതിൻ്റെ മൂടി മാറ്റി അതിൻ്റെ മേൽവശത്തൊരു ബ്ലേഡർ കഷ്ണം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു സൂചകമുണ്ട്. ഈ സൂചകം ഒരു പ്ലാസ്റ്റിക് സ്ട്രിപ്പിൽ ഇവിടെ ഒരു മുട്ടുസൂചി തലകീഴായി വെച്ചിരിക്കുകയാണ്. ഇത് മേലോട്ടും താഴോട്ടും ചലിക്കുന്ന വിധത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴാ മുട്ടുസൂചിയുടെ അടിഭാഗം ബ്ലേഡർ കഷ്ണത്തിൽ തൊടുന്ന രീതിയിലാണുള്ളത്. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മാറ്റം കാണാൻ വേണ്ടി ഒരു സൂചകം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഉപകരണം. നമുക്കിനി പരീക്ഷണത്തിലേക്ക് കടക്കാം. ഇവിടെ ആദ്യമായി ഈ തകരപ്പാട്ടയെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴുണ്ടാകുന്ന മാറ്റം നമുക്ക് നിരീക്ഷിക്കാം. ഇവിടെ നമുക്ക് നോക്കാം, ഈ സൂചകം ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും കാണുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ സൂചകം ഉയർന്ന് കുറച്ചുകൂടി മേലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മെഴുകുതിരി അണക്കാം. കുറച്ച് സമയം കൊണ്ട് ആദ്യമുള്ള അതേ രീതിയിലേക്ക് അത് മാറി വരുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ സൂചകം ഉയരാനുള്ള കാരണം? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണം, ഇവിടെ ഈ തകരപ്പാട്ടയുടെ മൂടി മാറ്റി അതിൻ്റെ മുകളിൽ വേറെ കഷ്ണം ഒട്ടിച്ചെങ്കിലും ഈ തകരപ്പാട്ട കാലിയല്ല, അതിനുള്ളിൽ വായു ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അടിഭാഗം ചൂടാക്കുമ്പോൾ വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുകയും അത് ഈ ബ്ലേഡർ കഷ്ണത്തെ തള്ളുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഈ സൂചകം ഉയർന്ന മുകളിലേക്ക് വരുന്നത്. അപ്പോൾ വാതകങ്ങളിലെ താപീയ വികാസം നമുക്ക് ഇങ്ങനെ നേരിട്ട് നോക്കിക്കാണാൻ ഈ ഒരു പരീക്ഷണത്തിലൂടെ സാധിക്കുന്നു. എല്ലാവർക്കും ഈ പരീക്ഷണം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.